ബാലാജി, ഞാൻ വോയിസ് ഓഫ് ദ സൈലൻസിന്റെ ഓഡിയോ കേട്ടു. അതിൽ ഒരിടത്ത് ഇമേജറി എന്നുള്ളതിന് ഇമാജിനറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബിഫോർ എന്നുള്ളതിന് ബിക്കോസ് എന്ന് വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരിടത്ത് പെർസീവ് എന്ന് വേണ്ടിയെടുത്ത് പ്രിസർവ് എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഇനിയൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പോയിന്റ്, ഈ 3 പുസ്തകങ്ങളും ഒരു പക്ഷേ എൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ആദ്യം ഇറങ്ങി ലൈറ്റ് ഓൺ ദ പാത്ത് ആണല്ലോ, അതിൽ പറയുന്നത് ദീസ് റൂൾസ് ആർ റിട്ടൺ ഫോർ ഓൾ ഡിസൈപ്പിൾസ്. അതേസമയം വോയിസ് ഓഫ് ദ സൈലൻസ് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു ദ ഫ്യൂ. പിന്നെ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ ആവുമ്പോൾ പറയുന്നത് ദോസ് ഹു നോക്ക് എന്നാണ് ആ മുഖത്തിൽ പറയുന്നത്. ഇതിൻ്റെ മൂന്നിൻ്റെയും വ്യത്യാസങ്ങൾ നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് പറയുന്നു റിട്ടൺ ഫോർ ഓൾ ഡിസൈപ്പിൾസ്. ഡിസൈപ്പിൾ ആവണമെങ്കിൽ തന്നെ ഒരുപാട് പാടുണ്ട് നമുക്കാവാനായിട്ട്. അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ടു ദ ഫ്യൂ എന്നാണ് പറയുന്നത് വോയിസ് ഓഫ് ദ സൈലൻസ് ആവുമ്പോൾ. പക്ഷെ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ കുറച്ചുകൂടെ പറയുന്ന ദോസ് ഹു നോക്ക്, ദ ഡോർ വിൽ ബി ഓപ്പൺ എന്നുള്ള അർത്ഥത്തിൽ ടു ദോസ് ഹു നോക്ക് എന്നാണ് പറയുന്നത്. ഇതിൽ ബൈബിളിലും അതുപോലെ തന്നെ മറ്റ് പല മതഗ്രന്ഥങ്ങളുടെയൊക്കെ സർവസ്വം അരച്ചു കുറുക്കിയതാണ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ. പ്രഥമ ദൃഷ്ട്യാ ആളുകളത് വിവേക ചൂടാമണിയും പറയുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ബൈബിളിലെ സെയിൻറ്റ് പോളിൻ്റെ വചനങ്ങളും ബുദ്ധൻ്റെ കലാമ സൂക്തവും ഫ്രീമേസറിയിലും ഇതിലൊക്കെ പറയുന്ന കബലയിലൊക്കെ പറയുന്ന ടീച്ചിങ്സ്, ഭഗവത്ഗീതയുടെ സന്ദേശം, ഇങ്ങനെ എല്ലാം കൂടെ ഇതിൽ ചേർത്തിൻ്റെ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ ആകുമ്പോഴേക്കും. അതുകൊണ്ടാണ് ടു ദോസ് ഹു നോക്ക്. അത് റെസ്പെക്റ്റീവ് ഓഫ് ഡിസൈപ്പിൾ അല്ലെങ്കിൽ ചേല അതല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ആർക്ക് വേണമെങ്കിൽ അത് വായിക്കാന്നുള്ള നിലയ്ക്കാണ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്ററിന്റെ സാർവജനീയത. ഓക്കെ, താങ്ക് യു. സാറിൻ്റെ കമൻറ്റിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ സാറേ, നമ്മളിതിനകത്തെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാനിപ്പോൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീവിദ്യാ ഉപാസന, ശ്രീചക്ര, അപ്പോൾ ഇതൊക്കെ നമ്മുടെ വേദത്തിലും നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം അതിൽ പറയുന്നുണ്ട് ദീക്ഷ എടുത്ത് മാത്രമേ ചെയ്യാവുന്നു. അപ്പോൾ ഇനിസിയേഷൻ എന്താണെന്ന് നമ്മുടെ തിയോസഫിയിലും പറയുന്നുണ്ട്. അപ്പം എന്തിനാണൊരു മാസ്റ്റർ, ആരാണ് മാസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡെപ്തിൽ എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. അപ്പം ഇത് വിഭിന്നമല്ല, ഒന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും എസൻസ്. അതാണല്ലോ തിയോസഫിയുടെ 3 ഒബ്ജക്റ്റിലെ ഒരു പ്രധാന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്. അത് തിരിച്ചറിയുക, അതിനുള്ള പഠനം നടത്തുക എന്ന് പറയുമ്പം ആധികാരികമായി നമ്മൾ പഠനം നടത്തിയാൽ മാത്രമേ നമുക്കതിനകത്തു നിന്നുള്ള എസൻസ് ഒന്നാണെന്നുള്ളത് നമുക്ക്, അതാണ് ഇവർ പറയുന്നത്, നിത്യേന ഇത് വായിക്കുക. അത് ഒരു സ്ഥലത്ത് ആനിബസൻ്റ് ആണെന്ന് തോന്നുന്നു, ആനിബസൻ്റ് ആണോ എൻ ശ്രീരാമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ വായിച്ചിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ബുക്ക് മടക്കിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ തവണ നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്നും പിന്നെയും മീനിങ് കിട്ടും. എന്നിവർ ഉദ്ദേശിക്കുന്നത് ആ പുസ്തകത്തിൽ നിന്നല്ല, നമ്മുടെ എനർജി ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ മീനിങ് മാറി വരും. ഞാൻ തന്നെ അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ മാത്രമേ തൊട്ടുള്ളൂ. ഈ ലൈറ്റ് ഓൺ ദ പാത്തും വോയിസ് ഓഫ് സൈലൻസ് എന്താ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ടേ ഞാനത് എടുത്തുള്ളൂ. പക്ഷേ ഇപ്പം ഞാനത് വായിക്കുമ്പം അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിൽ ഇല്ലാത്തതൊന്നും ഈ 2 ബുക്കിലില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. കാര്യം വാക്കുകൾ തങ്ങളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഡോക്ടറേറ്റുള്ള ഫിസിക്സ് അധ്യാപകൻ എന്നെ 5ാം ക്ലാസ്സിലും ഫിസിക്സ് പഠിപ്പിച്ചു, പ്രീ-ഡിഗ്രിക്കും ഫിസിക്സ് പഠിപ്പിച്ചു, ഡിഗ്രിക്കും പഠിപ്പിച്ചു, PGക്കും പഠിപ്പിച്ചു, PhDക്ക് എൻ്റെ ഗൈഡുമായിരുന്നു. സംഭവം ഒരേ ഫിസിക്സ് തന്നെ പഠിപ്പിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആ ഫിസിക്സ് കേട്ടാലും എനിക്കത് വേറൊരു തലത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇത് പുസ്തകങ്ങളുടെ അല്ല, എല്ലാ മതഗ്രന്ഥങ്ങളുടെയും എസൻസ് ഒന്നാണ്. നമ്മൾ തേൻ കുടിച്ചിട്ട് തേൻ മോശമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തേനീച്ചയുടെ കുഴപ്പമോ പൂവിൻ്റെ കുഴപ്പമോ അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റിയും അതിൻ്റെ മെസ്സഞ്ചേഴ്സ്, ഗുരുവാണ് തേനീച്ച,
പുഷ്പമാണ് യഥാർത്ഥത്തിലുള്ള എന്തോന്ന് പറയുന്ന കോൺഷ്യസ്നെസ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, തേനായിട്ട് കൺവേർട്ട് ചെയ്ത ആൾ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇവർ പറയുന്നത്. ഇത് ആരിൽ നിന്നും കേൾക്കണം? വിവേക ചൂടാമണിയിലൊക്കെ പറയുന്നുണ്ട്, എത്രയോ ജന്മത്തിൻ്റെ സുഹൃതമാണ് നമ്മളിത് കേൾക്കുന്നത്. വളരെ കുറച്ച് പേരെ കേൾക്കത്തു. ആരുടെ നിന്ന് കേൾക്കണം? ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ നിന്ന് കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തിയോസഫിയിലാണെങ്കിൽ മാഡം ബ്ലവസ്കി, ഓൾക്കോട്ട്, ലെഡ്ബീറ്റർ, ആനി ബെസൻറ്റ് മാസ്റ്റേഴ്സിനെ നേരിട്ട് കണ്ട കാര്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ട്, പിന്നെ 68ഓളം തിയോസഫിസ്റ്റുകാർ മാസ്റ്റേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങൾ അവൈലബിളാണ്. ലെറ്റർ ഫ്രം മാസ്റ്റേഴ്സ് അവൈലബിളാണ്. ഇങ്ങനെ ഏതൊരു ഓർഗനൈസേഷനും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏതൊരു മതത്തിനെയും ഒരു റിയൽ പർപ്പസ് ഉണ്ട്. അത് അതിൻ്റെ ഫൗണ്ടേഴ്സിനറിയാം. കാലങ്ങൾ മാറി പലരിലൂടെ വന്നപ്പം അവർ യൂസ് ചെയ്ത വാക്കുകളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രശ്നമല്ല. നമ്മൾ മനസ്സിലാക്കുന്നതിൽ വന്നിട്ടുള്ള നമ്മുടെ അറിവില്ലായ്മയാണ്. നമ്മൾ അപരയിലാണ്, അജ്ഞാനത്തിലാണ്, നമ്മൾ ഇരുട്ടിലാണ്. ഏതൊരു രഹസ്യമാണോ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് തിയോസഫി പോലുള്ളൊരു പ്രസ്ഥാനമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം തരുന്നത്. വേറെ ഒരു പ്രസ്ഥാനത്തിലും ഗായത്രി മന്ത്ര ഓർഗനൈസേഷൻസ് ഉണ്ട് ചെന്നൈയിലൊക്കെ. അവിടെ ഗായത്രി മന്ത്രം മാത്രമേ സംസാരിക്കൂ. സത്യസായിയുടെ ഡിവോട്ടീസ് സത്യസായിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. പക്ഷേ സത്യസായി എല്ലാത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഷിർദി സായി മുസ്ലിമാണ്. എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തും എല്ലാ അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റി പുള്ളി ജീവിതത്തിൽ നടപ്പിലാക്കി കാണിച്ച ആളാണ്. പക്ഷേ ഷിർദി സായിയുടെ ഡിവോട്ടി ഷിർദി സായിയുടെയും സത്യസായിയുടെയും സിദ്ധികളെക്കുറിച്ചും അതും മാത്രമേ അവർ പറയുന്നുള്ളൂ. അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ സായി ഡിവോട്ടീസിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ആരെയും സഹായിച്ചില്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കരുത്, മനസാ വാച ഉപദ്രവിക്കരുത്. സായി ഡിവോട്ടീസ് അതാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അല്ല, ഞങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്. അല്ല, മനസ്സുകൊണ്ട് നിങ്ങൾ സ്ഥിതപ്രജ്ഞ ആണോ അല്ലയോ? ശരിയും തെറ്റും നിങ്ങൾ ക്ലാസിഫൈ ചെയ്താൽ, ഡിസ്ക്രിമിനേറ്റ് ചെയ്താൽ നിങ്ങൾ സ്ഥിതപ്രജ്ഞനല്ല. വാക്കിൽ ഒരാളെ കുറ്റം കണ്ടെത്തി ഒരാളെ നല്ലത് പറഞ്ഞാലും നിങ്ങൾ സ്ഥിതപ്രജ്ഞനല്ല, ഡിസ്ക്രിമിനേഷനാണ്. പ്രവൃത്തിയിൽ ഒരാൾക്ക് പൈസ കൊടുക്കും, വേറൊരാൾക്ക് പൈസ കൊടുക്കത്തില്ല. വേറൊരാൾക്ക് ഭക്ഷണം കൊടുക്കും, വേറൊരാൾക്ക് കൊടുക്കത്തില്ല. ഭിക്ഷ ചോദിക്കുന്ന ആൾക്ക് ഇയാളെ കണ്ട ഭിക്ഷാടനത്തിനല്ല, ഇയാൾ ഫ്രോഡാണെന്ന് പറയും. ഈ ഡിസ്ക്രിമിനേഷൻ ഈ സ്ഥിതപ്രജ്ഞൻ്റെ ഭാവമല്ല. അപ്പോൾ മഹാഭാരതം, ഭഗവത്ഗീത, എൻ ശ്രീറാമിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, തിയോസഫിക്കലിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, എല്ലാ ഇൻ്റർപ്രിട്ടേഷനും ഞാൻ ഈ ചാനലിൽ പറയാൻ കാരണം എല്ലാം കേൾക്കണം, എല്ലാ മതങ്ങളും വായിക്കണം, എല്ലാ മഹത് വ്യക്തികളുടെ പുസ്തകവും വായിക്കണം. ഒന്നും അംഗീകരിക്കാനല്ല, ഇതിലെല്ലാം പറയുന്നത് ഒന്നാണെന്ന് നമുക്കുറയ്ക്കാനാണ്. ആനി ബെസൻറ്റ് പറഞ്ഞ കണക്ക് വേറൊരാളെ പഠിപ്പിക്കാൻ ചെല്ലരുത്. അയാളുടെ കർമ്മയും അയാളുടെ റീഇൻകാർണേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് അയാളുടെ ലോഡ് ഓഫ് കർമ്മ വേറെയാണ്. അറ്റ് ദ ഫീറ്റ് മാസ്റ്റർ പറയുന്നുണ്ട്, അതിൽ ചെന്ന് ഇടപെടരുത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.